അത്രയും ഗംഭീര പടം. എനിക്ക് തോന്നുന്നു ആരും അറിഞ്ഞിട്ടില്ല തമിഴിൽ അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടില്ലെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിപ്പോൾ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോയി നിങ്ങൾക്ക് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജാണ്, നിങ്ങൾ മസ്റ്റായിട്ട് ഈ പടം കാണണം. ഇതിലെ ആക്ടേഴ്സ് ആയാലും ഡയറക്ടർ ആയാലും എന്താ പറഞ്ഞു വെച്ചിരുന്ന ചെറിയൊരു കുടുംബത്തിലെ എന്താ പറയുക ചെറിയൊരു കഥ. ഞാൻ ഭയങ്കര ബാഹുബലി പോലത്തെ പടമാണെന്നല്ല പറയുന്നത്. ഇത് തന്നെ നിങ്ങളെ കുറേ റേറ്റിംഗ് കേൾപ്പിക്കും, നിങ്ങൾ മനസ്സൊന്ന് ഇടറും, പിന്നെ കുറച്ച് കരയും എന്ന് വെച്ചിട്ട് അതൊരു ഭയങ്കര സെന്റിമെന്റൽ പടമൊന്നുമല്ല. ബട്ട് അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പടമാണ്. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ദിവസം ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും പടം. അതുകൊണ്ട് മെയിൻ റീസൺ ആയിട്ടാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ സിനിമയുടെ പേരെന്ന് പറയുന്നത് മദ്രാസ് മാറ്റിനിയാണ്. മദ്രാസ് മാറ്റിനിയിൽ ഓരോ സീനും ഓരോ ക്യാരക്ടേഴ്സും നിങ്ങൾ മനസ്സിൽ പറയും. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീര ഡയറക്ഷൻ, ഗംഭീര പെർഫോമൻസ്, മ്യൂസിക്കൊക്കെ സിംഗായിട്ട് ഓരോ പെർഫോമൻസ് കാണുമ്പോൾ ഇതിൽ എന്താ പറയുക ടോട്ടലി ഞാൻ മെൽറ്റായി പോകുന്നത്. ചില സിനിമകൾ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുള്ളൂ. സിനിമയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ ഒരു 10 പേർക്കെങ്കിലും എത്തിയിട്ട് അവർ ഈ പടം കാണുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന മാറ്റം, ഒരു സിനിമ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതും ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെ ഡയറക്ടറുടെ പേര് കാർത്തികേയൻ മണിമാൻ. എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ പറഞ്ഞാൽ ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടറായിട്ട് കല്ലിൻ്റെ കാലിബർ. മലയാളത്തിലൊക്കെ നഷ്ടപ്പെട്ടു പോയ കുറേ ആക്ടേഴ്സ് ഇല്ലേ, ഇവരെ കാണുമ്പോൾ എനിക്ക് അതാ തോന്നുന്നത്. പിന്നെ സത്യരാജ് ഉണ്ട്, ഒരു നരേഷൻ പോലെ വരുന്നതാണ്. എല്ലാം അടിപൊളി. ആ മക്കളായിട്ട് അഭിനയിച്ചൊക്കെ ലാസ്റ്റ് ഒരു ഫൈനൽ സീനിൽ നിങ്ങൾ വണ്ടർ അടിച്ചിട്ട് കരച്ചിൽ വരുന്നൊരു സീൻ തോന്നുന്നുണ്ട്. പെർഫെക്റ്റ്. എത്ര പ്രാവശ്യം റീവാച്ച് ചെയ്യാനൊക്കെ എത്ര പ്രാവശ്യം പറ്റുമെന്ന് നിങ്ങൾക്ക് എന്തായാലും ടൈം കിട്ടുകയാണെങ്കിൽ ഈ പടം ഒന്ന് റീവാച്ച് ചെയ്ത് നോക്കുക. ഡിസപ്പോയിൻറ്റഡ് ആവില്ല. മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയും. ഇങ്ങനത്തെ പടങ്ങളാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്.